നമസ്കാരം. ദിയാസ് കിച്ചൻ റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീട്ടമ്മമാർക്ക് പൊതുവേ ഉള്ളൊരു ടെൻഷനുണ്ട്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് തയ്യാറാക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഡിന്നറിന് എന്ത് തയ്യാറാക്കുന്നുള്ളത്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ദോശയാണ്. ഇത് കുട്ടികളും മുതിർന്നവരും ഇഷ്ടത്തോടെ കഴിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കിയാലോ. അതിനായി ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് ഒരു ബാറ്ററാണ് തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ ഒരു വലിയ ജാറിലോട്ട് 3 ഇടത്തരം ടൊമാറ്റോ ഒന്ന് റഫാക്കി കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ എടുക്കുമ്പോൾ നല്ല പഴുത്ത ടൊമാറ്റോ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ, എന്നാൽ മാത്രമേ ഇതിന് നല്ലൊരു കളറ് കിട്ടത്തുള്ളൂ. കൂടെ തന്നെ കുറച്ച് ഇഞ്ചി, ഇത് ഈ ഒരു വലുപ്പത്തിന് ഇഞ്ചി എടുക്കുക. ഇനി അടുത്തതായിട്ട് എരിവിന് വേണ്ടിയിട്ട് വറ്റൽമുളക് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അന്നേരം അത്യാവശ്യം നല്ലൊരു കളറും ഉണ്ടാവും, അത്ര എരിവും ഉണ്ടാവില്ല. കൂടെ തന്നെ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. വറ്റൽമുളകാണ് ചേർക്കുന്നുണ്ടെങ്കിൽ 2 എരിവുള്ള മുളകും 1-2 കാശ്മീരി മുളകും കൂടി ചേർക്കാം. ഇങ്ങനെ മിക്സാക്കി ചേർക്കുമ്പോൾ അത്യാവശ്യം എരിവും കളറും ഉണ്ടാവും. ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ, കാരണം ഇതിൽ ചേർത്ത ടൊമാറ്റോയും ഇഞ്ചിയും നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം. അതുപോലെ തന്നെ വറ്റൽമുളകും ചേർക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതിലോട്ട് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ സാധാരണ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന റവയാണ്. വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല, അതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് ഗോതമ്പ് മാവും കൂടി ചേർക്കാം. കുറച്ച് കായപ്പൊടി കൂടി ചേർക്കാം കേട്ടോ. അതായത് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുക. കായപ്പൊടി ചേർത്താൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. ഇത് ഓപ്ഷണലാണ്. 1/2 മുതൽ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ സമയം അരച്ചെടുക്കുമ്പോൾ ഒത്തിരി പേസ്റ്റായിട്ട് അരക്കരുത്, കാരണം ഇതിൽ നമ്മൾ ചേർത്ത റവയെല്ലാം ഒത്തിരി പേസ്റ്റായിട്ട് പോകരുത്. ചെറിയ തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കേണ്ടത്, എന്നാൽ മാത്രമേ ആ ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. അരച്ചെടുത്ത ബാറ്റർ ഒരു ബൗളിലോട്ട് മാറ്റാം. മിക്സി കഴുകി കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് നമ്മൾ ചേർത്ത വെള്ളവും ബാറ്ററും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഈ സമയം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒട്ടും കട്ടയൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. ഇതിൽ നമ്മൾ റവ ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് സമയം ഇരിക്കുമ്പോൾ എന്തായാലും കുറച്ചും കൂടി വെള്ളം ഒഴിക്കേണ്ടി വരും. ഒരു 10 മുതൽ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ സമയം കൂടി തന്നെ കൂടെ സെർവ് ചെയ്യാനായിട്ട് വളരെ ടേസ്റ്റിയും സിമ്പിളായിട്ടുള്ളൊരു തേങ്ങാ ചട്നിയും കൂടി നമുക്ക് തയ്യാറാക്കാം. ഇനി അടുത്തതായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് നാളികേരം ചേർക്കുക. കൂടെ തന്നെ 2 ചെറിയ ഉള്ളി, ഈ ഒരു വലുപ്പത്തിന് ഇഞ്ചി, കറിവേപ്പില, എരിവിനായിട്ട് 2-3 പച്ചമുളക്, 2 സ്പൂണ് പൊട്ടുകടല, ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ ഒരു ചട്നി തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യമുള്ളത് അതനുസരിച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ അരച്ചെടുക്കുമ്പോൾ നമ്മൾ ചേർത്ത ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടും. ഇപ്പോൾ 2 പ്രാവശ്യം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് നമുക്ക് താളിച്ചും കൂടി ചേർക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും വറ്റൽമുളകും കരിവേപ്പിലയും കൂടി ഒന്ന് താളിച്ചും കൂടി കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചട്നി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അറൗണ്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. വെച്ചപ്പോൾ ബാറ്റർ കുറച്ചും കൂടി ഒന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ സമയം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. നമ്മളിന്ന് ഇൻസ്റ്റൻറ്റ് ദോശയാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. ബേക്കിംഗ് സോഡയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് ബേക്കിംഗ് സോഡ ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലായിരിക്കണം ഒന്ന് മിക്സാക്കി എടുക്കേണ്ടത്. ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ്. അതായത് ദോശമാവിനെക്കാട്ടും കുറച്ചും കൂടി ലൂസായിട്ടാണ് ആക്കേണ്ടത്. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കുക. അങ്ങനെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം. ദോശ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ദോശപ്പാന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ദോശപ്പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് വെള്ളം ഇതുപോലെ ഒന്നിങ്ങനെ തളിച്ചു കൊടുക്കുക.
ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ദോശപ്പാൻ നല്ല ചൂടാണ്. ഈ സമയം നമ്മൾ മാവ് ഒഴിച്ച് നിരത്തുകയാണെങ്കിൽ നന്നായിട്ടൊന്നും നിരന്ന് കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുമ്പോൾ ദോശപ്പാനിൽ ആ ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞ് കിട്ടും. അതിന് ശേഷമാണ് നമ്മൾ ബാറ്റർ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് ബാറ്റർ ഇതുപോലെ നമ്മൾ സാധാരണ ദോശ തയ്യാറാക്കുന്ന മാതിരി ഇതുപോലെ നിരത്തി കൊടുക്കുക. ഈ ഒരു വലുപ്പത്തിനാണ് ദോശ ഞാൻ തയ്യാറാക്കുന്നത്. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ ദോശ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും, എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇഷ്ടം ആ രീതിയിൽ ദോശ നിരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒന്നുകിൽ കുറച്ച് നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് നല്ലെണ്ണയാണ് എടുത്തേക്കുന്നത്. നല്ലെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അന്നേരം എണ്ണ എല്ലാ ഭാഗത്തും ആയി കിട്ടും. ഒരു സൈഡ് റെഡിയായിട്ട് തിരിച്ചിട്ട് കൊടുക്കും. ഈ ഒരു ദോശ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. മാക്സിമം ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ദോശയാണ്. ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന കാര്യങ്ങളല്ലേ. ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ സപ്പോർട്ട് ചെയ്തേക്കണേ. രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം. ആദ്യത്തെ ദോശ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നോക്കൂ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അടുത്ത ബാറ്റർ ഒഴിക്കുന്നതിന് മുന്നേ ഇതുപോലെ കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നുകിൽ തുണിയോ അല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ആ വെള്ളം നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം ബാറ്റർ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. ഒരു ചെറിയ ഫാമിലിക്ക്, അതായത് ഒരു 4 മുതൽ 5 പേർ അടങ്ങുന്ന ഒരു ഫാമിലിക്ക് ഈ ഒരു ബാറ്റർ ധാരാളം മതിയാവും. ദോശ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നോക്കൂ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് കേൾക്കാൻ കഴിയുന്നുണ്ടോ? നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ദോശയുടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ ഒരു തേങ്ങാ ചട്നിയാണ്. വളരെ ടേസ്റ്റി ആട്ടോ ഈ ഒരു ചട്നി. ഇതുപോലെ നല്ല മൊരിഞ്ഞ ദോശ ചൂടോടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ 2 or 3 ദോശ കഴിക്കുന്നതിന് നമ്മൾ അറിയില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദോശ കേട്ടോ. ഇവിടെ സാധാരണ ഈ ഒരു ദോശ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. എന്നും നമ്മൾ ഒരേ രീതിയിൽ ദോശ തയ്യാറാക്കാതെ ഇതുപോലെ ഒരു വ്യത്യസ്ത രീതിയിലൊക്കെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കും. കഴിയുന്നത് പോലെ സന്തോഷമായിട്ടിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്